ഒരു മുംബൈയിൽ നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഗോവർദ്ധനാണെങ്കിൽ ബാലചന്ദ്രനോട് തനിക്ക് ബാലേട്ടനെ ഓർത്ത് വളരെയധികം അഭിമാനം തോന്നുകയാണ് എന്ന് പറയുമ്പോൾ, എന്നെ ഓർത്ത് നീ അഭിമാനം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല ഗോവർദ്ധ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലീന തന്ന ധൈര്യത്തിലാണ്, അലീന തന്ന ഒരു ഉന്മേഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അലീന എന്ന് പറയുന്നത് എൻ്റെ മകളേക്കാൾ മുകളിലാണ്. അവൾ ഒറ്റൊരുത്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ താളം തെറ്റാതെ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന നിധിയാണടോ, മഹാലക്ഷ്മിയാണടോ എന്ന് പറയുന്നുണ്ട്. അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരച്ഛന് കൊടുക്കേണ്ട, ഒരു കുടുംബത്തിന് കൊടുക്കേണ്ട എല്ലാ സ്നേഹവും കരുതലും അവൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തരുന്നുണ്ട് എന്ന് പറയുന്നു. ഇതേ സമയം അലീനയെക്കുറിച്ച് ബാലചന്ദ്രൻ വിവരിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് അവരങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. ഗോവർദ്ധൻ അലീനയെ ഒരു ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട്. ഇതേ സമയം അച്ഛനിനി ഗോവർദ്ധൻ അങ്കിളിനോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്നുള്ള ചിന്ത അലീനയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഗോവർദ്ധനുമായിട്ട് അലീന സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ തുറന്നു പറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ, മോളെ നീ എവിടെയായിരുന്നു ഇത്രയും കാലം, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മുടെ ബാലചന്ദ്രനിൽ നിന്നും എന്താണ് ബാലേട്ടൻ്റെ അച്ഛൻ്റെ പദ്ധതി എന്നറിയാനായിട്ട് അലീന ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, എന്താണ് എൻ്റെ സൂത്രശാലിയായ തന്ത്രങ്ങൾ അറിയാൻ വേണ്ടി, എൻ്റെ മനസ്സിനുള്ളിൽ അറിയാൻ വേണ്ടി ഉള്ളത് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്ന മകൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് കൂട്ടുകാരെ, പ്രേക്ഷകരെ.